അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിരീശ്വരവാദികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്ന പി.എ. ഖാദർ കാനശ്ശേരി എന്ന ഒരാൾ സി.കെ. കല്ലേരിയോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടു നോക്ക്. കല്ലേരി സാഹിബേ, ഈ മൊയ്‌ദി മസ്ലാർ പറഞ്ഞ ഈ ക്ലിപ്പിന് ഒരു മറുപടി തരാം. മൊയ്തീൻ മൊയ്ലിയാർ പറഞ്ഞ ക്ലിപ്പിനൊരു മറുപടി കൊടുക്കാനാണ് ആവശ്യപ്പെടുന്നത്. എന്താണ് മൊയ്തീൻ മൊയ്ലിയാർ പറഞ്ഞ് എന്നൊന്ന് കേട്ടു നോക്കും നമ്മള്. ഞാൻ പറഞ്ഞ പിന്നെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഇസ്ലാം ഒരു മതമല്ലാന്ന് ഞാൻ മനസ്സിലാക്കണം ഇപ്പോഴും. ഇയാള് മൊയ്തീൻ മൊയ്ലിയാറാണ്. ഇയാൾ പറയുന്നത് ഇസ്ലാം ഒരു മതമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും എന്നാണ്. അള്ളാഹു പറഞ്ഞു, വഹദല്ലാഹുല്ലദീന ആമനു മിൻകും വ അമിലു സ്വാലിയാത്തി, നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവർ അവർക്ക് ലയസ്തഅലിഫന്നഹും ഫിൽ അർളി കമാ അസ്തഅലിഫല്ലദീന മിൻ ഖബ്ലിഹിം, മുമ്പുള്ളവർക്ക് മതത്തിൽ സ്വാധീനം നൽകിയതുപോലെ നിങ്ങൾക്കും നൽകും. പിന്നെ വലയുമക്കിനന്നലഹും ദീനഹുമുല്ലദീ ഇർതദാ ലഹും, അവരുടെ ദീൻ, അവരുടെ മതം, അവർ തൃപ്തിപ്പെട്ട മതം ഉണ്ടല്ലോ, അതിന് സ്വാധീനം നൽകുകയും ചെയ്യും എന്നാണ് അള്ളാഹു പറയുന്നത്. ഇസ്ലാം ഒരു മതമല്ലാന്ന്. ഇസ്ലാം ഒരു മതമാണ്. അള്ളാഹു പറയുന്നോക്കെ, വദരില്ലദീനത്തഹദു ദീനഹും, നിങ്ങൾ തങ്ങൾ ദീനഹും ലഇവൻ വലഹുവൻ, തങ്ങളുടെ മതത്തെ എന്താക്കി തമാശയും കളിയും തമാശയുമാക്കിയവരിൽ നിന്ന് നിങ്ങളുടെ മതത്തെ കളിയും തമാശയുമാക്കിയവരിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം? പിന്തിരിയണം എന്നല്ലാഹു പറയുന്നു. മാത്രമല്ല അല്ലാഹ് പറയുന്നു മതത്തെ പറ്റി. ഇയാൾ എന്താ പറഞ്ഞേ? നിങ്ങൾ പോയ വിശ്വാസത്തിന്റെ മേഖല നിങ്ങൾക്ക് എന്തോ ഒരു അപാകത, നിങ്ങൾക്കൊരു മതമല്ലാന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോഴും. ഇസ്ലാം ഒരു മതമല്ലാന്ന്. ഇസ്ലാം ഒരു മതമാണ്. അല്യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നത്തെ ദിവസം നിങ്ങളുടെ മതം ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. നിങ്ങളുടെ ദീൻ, നിങ്ങളുടെ മതം ഞാൻ ഇന്ന് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. പിന്നെ അള്ളാഹു എന്താ പറയുന്നത്? ഇന്നദ്ദീന, തീർച്ചയായും മതം, ഇന്നദ്ദീന ഇൻദല്ലാഹി, അള്ളാഹുവിൻ്റെ അടുക്കൽ ഇസ്ലാമാകുന്നു. അങ്ങനെ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ മതം ഏത് മതമാണ്? അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായിട്ടുള്ള ഇസ്ലാം മതം. ഇനി എങ്ങനെയാ പറഞ്ഞു തരണ്ടേ? വീണ്ടും കേട്ടോ, വലാ തുഅ്മിനു, നിങ്ങൾ വിശ്വസിക്കരുത്, ഇല്ലാ ലിമൻ തബിയ ദീനക്കും, നിങ്ങളുടെ ദീൻ, നിങ്ങളുടെ മതത്തെ പിൻപറ്റുന്നവരെ മാത്രമേ നിങ്ങൾ വിശ്വസിക്കാവൂ. വലിയ എന്താ പറഞ്ഞേ? നിങ്ങൾ മതമല്ലാന്ന് മനസ്സിലാക്കണം ഇപ്പോഴും. ഇസ്ലാം ഒരു മതമല്ലാന്ന്. ഇസ്ലാം ഒരു മതമാണ്. ഇസ്ലാമാണ് ലോകത്തുള്ള ഒന്നാമത്തെ മതം. യാതൊരു കൈകടത്തലും നടത്താതെ, ഒരു കൂട്ടിച്ചേർക്കലുകളോ വെട്ടിക്കുറക്കലുകളോ ഒന്നും നടക്കാത്ത ഒരു മതം ഇസ്ലാം മതമാകുന്നു. പിന്നെ അതുകൊണ്ട് അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, നിങ്ങൾ അഫഗൈറ ദീനില്ലാഹി, അള്ളാഹുവിൻ്റെ മതത്തെ അല്ലാതെ വേറെ മതത്തെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അള്ളാഹ് ചോദിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഈ മോമിനിങ്ങളെ, ലാ തത്തഹിദുല്ലദീന തഹദു ദീനക്കും ഹുസുവം വലഇബൻ, നിങ്ങളുടെ മതത്തെ യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഹിദു, നിങ്ങൾ സ്വീകരിക്കരുത്. ആരെ സ്വീകരിക്കരുത്? മതത്തെ ഒരു വിനോദവും കളിയും തമാശയായി കണക്കാക്കുന്നവരെ നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് അള്ളാഹു പറയുന്നു. എന്നിട്ട് അള്ളാഹു പറയാണ്, ഫഇൻ താബു, ഇനി അവർ പാശ്ചാത്തപിച്ച് മടങ്ങുകയും, വ അഖാമുസ്സലാത്ത, അവർ നമസ്കാരം നിലനിർത്തുകയും,
ആത്തു സക്കാത്ത്, അവർ സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഖ്വാനുക്കും ഫിദ്ദീൻ, അവർ നിങ്ങളുടെ മതത്തിൽ സഹോദരങ്ങളാണ്. ഇത്രയൊക്കെ ആയിട്ട് പാശ്ചാത്തപിക്കുകയും നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങളുടെ മതത്തിൽ ആരാണ്? നിങ്ങളുടെ സഹോദരങ്ങളാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വലയുമക്കിനന്നലഹും ദീനഹുമുല്ലദീ ഇർത്തദാലഹും, അവർ തൃപ്തിപ്പെട്ട മതത്തിന് അള്ളാഹു സ്വാധീനം നൽകും. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, ഏ മോമിനീങ്ങളെ. ശരിക്ക് ശ്രദ്ധിച്ച മൊയ്തി മൊലിയാറെ, ശരിക്ക് ശ്രദ്ധിച്ച. യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ. മൻ യർത്തദ്ദ മിൻകും അൻ ദീനിഹി, ആരെങ്കിലും ഈ മതത്തിൽ നിന്ന് മുർത്തതായി പോവുകയാണെങ്കിൽ, മൊയ്തി മൊലിയാർ പോലെ മുർത്തതായി പോവുകയാണെങ്കിൽ, പി എ ഖാദറിനെ പോലെ, പി എ ഖാദർ കാനശ്ശേരിയെ പോലെ മതത്തിൽ നിന്ന് മുർത്തതായി പോവുകയാണെങ്കിൽ ഫസൗഫ യഅ്തില്ലാഹി ബിഖൗമിൻ, അള്ളാഹു വേറൊരു കൗമിനെ കൊണ്ടുവരും. എങ്ങനത്തെ കൗമിന? യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, അവർ അള്ളാഹുവിനെ സ്നേഹിക്കും, അള്ളാഹു അവരെയും സ്നേഹിക്കുന്ന. അതില്ലത്തിൻ അലൽ മുഅ്മിനീന, മോമിനീങ്ങളോട് മാന്യമായി പെരുമാറുന്ന. ഇസ്സത്തിൻ അലൽ കാഫിരീന, കാഫിരീങ്ങളോട് വളരെ ശക്തമായി ആദർശം വെട്ടിത്തുറന്ന് പറഞ്ഞ, വളരെ തീവ്രതമായി ആദർശം പറയുന്ന ഒരു കൗമിന്. യുജാഹിദൂന ഫീ സബീലില്ലാ, അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നവരാണ്. എങ്ങനെ? വലാ യഹാഫൂന ലൗമത്ത ലായിമിൻ, ഒരു ആക്ഷേപകന്റെ ആക്ഷേപത്തെയും ഭയപ്പെടാതെ. മൊയ്തി മൊയ്ലിയാർ പോലെ, പി എ ഖാദറിനെ പോലെ ഉള്ളവരുടെ ആക്ഷേപങ്ങളെ ഭയപ്പെടാതെ. ലാ യഹാഫൂന ലൗമത്ത ലായിമിൻ, ഒരുത്തൻ്റെ ആക്ഷേപവും. മൊയ്തി മൊയ്ലിയാർ പോലെ, പി എ ഖാദറിനെ പോലെയുള്ളവരുടെ ആക്ഷേപം ഭയപ്പെടാതെ പ്രബോധനം ചെയ്യുന്നവരാണ്. ദാലിക ഫദ്ലുല്ലാഹ് യുഅ്തി മൻ യശാ, അത് അള്ളാഹു നൽകുന്ന ഒരു അനുഗ്രഹമാണ്. അങ്ങനെ പ്രബോധനം ചെയ്യുക, ഒരുത്തനെയും പേടിക്കാതെ. മൊയ്തി മൊയ്ലിയാറേയും പി എ ഖാദറിനെ പോലുള്ളവരെയൊന്നും പേടിക്കാതെ പ്രബോധനം ചെയ്യാനുള്ള കഴിവ് അള്ളാഹു നൽകുന്നതാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ്, കുൽ അത്തുഅല്ലിമൂനല്ലാഹ ബിദീനിക്കും. ശരിക്ക് ശ്രദ്ധിച്ചോ? കുൽ പറയുക മുഹമ്മദ് നബിയെ, അത്തുഅല്ലിമുല്ലാഹു ബിദീനിക്കും, നിങ്ങളുടെ മതത്തെപ്പറ്റി അള്ളാഹുവിന് പഠിപ്പിച്ചു കൊടുക്കുകയാണോ? എത്ര സ്ഥലത്ത് ഇതുപോലെ എത്ര സ്ഥലത്ത് അള്ളാഹു മതത്തെപ്പറ്റി, ഇത് ഇസ്ലാം മതം അള്ളാഹുവിൻ്റെ മതമാണ്, ഇസ്ലാം മതം അള്ളാഹുവിൻ്റെ മതമാണ് എന്ന് എത്ര സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു മതമാണ്, അത് അള്ളാഹുവിൻ്റെ മതമാണ്. അതിൽ നിന്ന് മൊയ്തി മൊയ്ലിയാർ പോലെ, പി എ ഖാദറിനെ പോലെ പുറത്ത് മുർത്തതായി പോന്നവർ, അങ്ങനെ പോയാൽ അവരെക്കാൾ ഏറ്റവും നല്ലവരെ അള്ളാഹു പകരം കൊണ്ടുവരും ആ മതത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് മൊയ്തി മൊയ്ലിയാർക്ക് ഇതുവരെ മനസ്സിലായില്ല. മതം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു മതമാണെന്ന് അയാൾ ഇതുവരെ അയാൾക്ക് മനസ്സിലായില്ല പോലും.